ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അൽഹംദുലില്ലാ, നമ്മളും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് റമദാനിലെ ഫസ്റ്റ് ഡേയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. മക്കൾക്ക് ഇന്ന് സ്കൂൾ ലീവാണ്, സൺഡേ ആണല്ലോ. അപ്പം നമ്മൾ പൊലച്ചൊക്കെ എണീറ്റ് ഫുഡൊക്കെ കഴിച്ച് രാവിലെ കുറച്ച് നേരം വൈകിട്ട് പിന്നെ എണീക്കുള്ളൂ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വീടൊക്കെ ക്ലീൻ ചെയ്ത് നമ്മളെ ഫ്രഷ് ആകലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പം സിറ്റ് ഔട്ടിൽ വന്ന് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കുകയാണ്. ഫുഡും കാര്യങ്ങളും പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പം ഞാൻ മക്കളോട് ഇങ്ങനെ ചോദിക്കായിരുന്നു കേട്ടോ, അവർക്ക് എന്താണ് നോമ്പ് തുറക്കണ ആ സമയത്തേക്ക് ഫുഡ് വേണ്ടതെന്ന് ചോദിക്കായിരുന്നു കേട്ടോ. അവർക്ക് എന്തായാലും പത്തിരിനോട് അത്ര വലിയൊരു താല്പര്യമില്ല, അതുകൊണ്ട് അവർ പറയും പത്തിരി വേണ്ടെന്ന് അറിയട്ടോ. പക്ഷെ 3 പേരും കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ സമൂസ നിർബന്ധമായും അവർക്ക് വേണമെന്ന്. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലും മുന്നേ രാവിലെ തന്നെ വൈകുന്നേരത്തേക്കുള്ള നോമ്പ് തുറക്കാനുള്ള നമ്മളെ ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കി വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നല്ല വെയിലാണ്, നല്ല ചൂടാണ്. കിച്ചണിൽ ആ ഒരു സമയത്ത് നല്ല ചൂടായിരിക്കും. പിന്നെ നമ്മളിങ്ങനെ കുക്ക് ചെയ്യണ സമയത്തും ഗ്യാസിൻ്റെ ചൂടൊക്കെ ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ക്ഷീണിക്കും. അതുകൊണ്ട് തന്നെ നേരത്തെ ഫുഡ് ഉണ്ടാക്കി വെക്കണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ ഇന്ന് എന്താ സംഭവിച്ചത് വെച്ചാൽ, എനിക്ക് നമ്മൾ പൊലച്ചൊക്കെ എണീറ്റ് കഴിഞ്ഞ് രാവിലെ എണീറ്റ സമയത്ത് എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഏകദേശം ഒരു 12 മണി 12:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യം തന്നെ ഞാൻ നമ്മളെ ഡ്രിങ്ക് ഐറ്റംസ് ഉണ്ടാക്കി വെക്കും, അതായത് നമ്മൾ ജ്യൂസ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ 2 ജ്യൂസ് ഐറ്റംസ് കാണിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളെപ്പോഴും നമ്മളെ ലെമൺ ജ്യൂസ് സാധാ ലെമണും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണല്ലോ, വെള്ളം ചേർത്തിട്ട് അങ്ങനെയാണല്ലോ നമ്മൾ ലെമൺ ജ്യൂസ് ഉണ്ടാക്കുക. പക്ഷെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കട്ടെന്ന് അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ലെമൺ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അടിയരുത്, കുറച്ചൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ആ ഒരു അതിൻ്റെ ലെമണൊന്നും ഇങ്ങനെ അടിഞ്ഞു പോകരുത്, അങ്ങനെ ആയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് അരിച്ചെടുത്തിട്ട് വീണ്ടും മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മുടെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ഈ ലെമൺ ജ്യൂസ് തയ്യാറാക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ സാധാരണ ലെമൺ ജ്യൂസിൽ നിന്ന് ഒരു വ്യത്യസ്തത കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഇതുപോലെ തയ്യാറാക്കി നോക്കിയില്ലെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കും കേട്ടോ. സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഒരു പണിയില്ല, നമുക്ക് പഞ്ചസാര ചേർക്കേണ്ട, മിൽക്ക് മെയ്ഡ് ചേർക്കുക കേട്ടോ. ഇനിയിപ്പോൾ മിൽക്ക് മെയ്ഡ് നിങ്ങളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മിൽക്ക് പൗഡർ ഉണ്ടല്ലോ, അതായത് പാൽപ്പൊടി, അത് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് നമ്മൾ ഈ ഒരു ലെമൺ ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതാണ് ആദ്യത്തെ റെസിപ്പി. പിന്നെ രണ്ടാമത്തെ റെസിപ്പി നമ്മൾ വാട്ടർമെലോൺ വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മളെ വത്തക്ക തന്നെ കേട്ടോ. അത് ഞാൻ 2 വിധത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെറിയ പീസാക്കിയിട്ടും ഒന്ന് കുറച്ച് വലുതാക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഒരു ബൗളെടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ടുള്ള വാട്ടർമെലോൺ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കസ്കസ് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല തണുത്ത പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതും ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ വലിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള നമ്മുടെ വത്തക്ക ഉണ്ടല്ലോ, അതൊന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് കറക്കിയെടുത്തിട്ട് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ മിൽക്ക് മെയ്ഡ് നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്തോളൂ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും പിന്നെ കുറച്ച് കസ്കസും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വെറുതെ ഒരു വീഡിയോയിൽ കാണുമ്പോൾ രസത്തിനായിട്ട് വെച്ചതാണ് കേട്ടോ. പക്ഷെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ നോമ്പ് തുറന്ന സമയത്ത് മക്കൾക്കായാലും എനിക്കായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ജ്യൂസ് ഐറ്റംസ് ഒക്കെ ആദ്യം തന്നെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഇന്ന് ഞാൻ പത്തിരി ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ സാധാ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വലിയുള്ളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മളെ മസാലപ്പൊടികളും ഒരു ടൊമാറ്റോ, പിന്നെ ഒരു ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അധികം എരിവിലല്ല കേട്ടോ കറി ഉണ്ടാക്കുന്നത്, കാരണം മക്കൾക്കൊന്നും അത്ര എരിവ് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അത് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം സമൂസ ഉണ്ടാക്കണമല്ലോ, അത് നമുക്ക് നിർബന്ധമുള്ളൊരു കാര്യമാണ്. സമൂസയുടെ മസാലയാണ് കേട്ടോ. നമ്മൾ ഓണിയൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ നമ്മുടെ കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ ചിക്കനാണ് കേട്ടോ. അത് ഞാൻ ക്രഷ് ചെയ്തിട്ട് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം മസാല
ആയതിനു ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മളൊന്ന് റോൾ ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഒക്കെ സമൂസ വെറൈറ്റി മോഡലിലൊക്കെ ഉണ്ടാക്കണം. ഞാൻ കുറേ റെസിപ്പീസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ 2-3 തവണ ഇവിടെ അത് ട്രൈ ചെയ്തിട്ട് മക്കൾക്കൊന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചീസൊക്കെ വെച്ചിട്ട് ചെയ്തിട്ട് ഇവർക്ക് ഈ ഒരു സമൂസ നമ്മൾ ആ ചെറുപ്പം മുതലേ കഴിക്കുന്ന ഒരു സമൂസ ഉണ്ടല്ലോ, അതുതന്നെയാണ് കേട്ടോ എനിക്കും ഇഷ്ടം. അതുപോലെ തന്നെ മക്കൾക്കും അത് തന്നെയാണ് കേട്ടോ ഇഷ്ടം. സമൂസ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി എന്നാണ് അവരും പറയാറുള്ളത്. അപ്പം സമൂസയുടെ നമ്മുടെ സംഭവങ്ങൾ മസാലയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഞാൻ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് തണുക്കാനായിട്ട്. പിന്നെ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പത്തിരിയാണ്. പത്തിരിക്കുള്ള പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. എനിക്ക് പത്തിരി വാട്ടിയെടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ വെള്ളം എപ്പോഴും കൂടിപ്പോകും എന്നുള്ളൊരു ടെൻഷനാണ് കേട്ടോ എനിക്ക്. പക്ഷേ എങ്ങനെ ഞാൻ പത്തിരി ഉണ്ടാക്കിയാലും വെള്ളം കറക്റ്റായിരിക്കും കേട്ടോ. പക്ഷേ അത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. വെള്ളം കൂടുമോ വിചാരിച്ചിട്ട്. പക്ഷേ എപ്പോഴും കറക്റ്റായിരിക്കും. പിന്നെ പത്തിരിക്കുള്ള ആ പൊടിയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഒരു 5 മിനിറ്റൊക്കെ നമ്മൾ ആ ഒരു വാട്ടിയതിന് ശേഷം ആ പൊടിയൊന്ന് മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അടപ്പ് വെച്ചിട്ടൊന്ന് മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പത്തിരി നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനിയിപ്പം കറിയിലേക്കുള്ള വറവിനായിട്ടുള്ള തേങ്ങ കേട്ടോ, അത് ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. വറുത്തെടുക്കുക മീൻസ് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അങ്ങനെ വറുത്തരച്ച ചിക്കൻ കറിയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പച്ച തേങ്ങ ഉണ്ടല്ലോ അത് അരച്ച് ചേർക്കലേറെ ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെച്ചാൽ. പിന്നെ നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ഉള്ളികളും കാര്യങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയാണ് കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഞാനിത് ഫ്രീസറിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊന്നും ഇങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. നമ്മൾ എടുക്കുന്ന സമയത്ത് ഓരോന്നായിട്ട് തന്നെ നമുക്ക് എടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പം ഞാൻ കറി വറവിടണം, അതിനായിട്ട് കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മുടെ പത്തിരിക്കുള്ള പൊടിയൊക്കെ ഞാനൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സമൂസയും ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പത്തിരി ഒന്ന് കുഴച്ചെടുത്ത് ഒന്ന് പ്രസ്സിലിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം ചെറിയ റൗണ്ടായി വരുള്ളൂ നമ്മുടെ പ്രസ് ചെയ്ത് എടുക്കുമ്പോൾ. അപ്പം എനിക്ക് അത്ര വലിയൊരു ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഞാനതൊന്ന് പരത്തിയെടുക്കും കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കറി വറവിടലും എല്ലാം ഒരേ സമയത്തുണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മിനിറ്റ് ഞാൻ ഒഴിഞ്ഞിരിക്കില്ല കേട്ടോ. കാരണം ഈ ഒരു കിച്ചണിലെ ജോലി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും റെസ്റ്റ് എടുക്കാമല്ലോ. അപ്പോൾ ഞാൻ ഒന്ന് ഉണ്ടാക്കിയിട്ട് പിന്നെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. ഇപ്പം ഞാൻ ഈ പത്തിരി പരത്തിയെടുക്കുന്ന സമയത്തൊക്കെ കിച്ചണിൽ മറ്റു ജോലികളൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് ചിക്കൻ കറി വറവിടുന്നുണ്ട്, അങ്ങനെയൊക്കെ സമൂസ പൊരിച്ചെടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരാളും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. മോള് പറഞ്ഞു എന്നോട് ഞാൻ കുറച്ച് പത്തിരിയൊക്കെ ഞാനൊന്ന് ചുട്ടെടുക്കാൻ തന്നിട്ട് അവൾ കുറച്ച് പത്തിരിയൊക്കെ എനിക്ക് ചുട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ സമൂസയൊക്കെ ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ തയ്യാറാക്കാൻ മറന്ന് പോയൊരു സംഭവമാണ് കേട്ടോ ഇത് പഞ്ചസാര ലായനിയാണ് കേട്ടോ. നമ്മളിങ്ങനെ ജ്യൂസ് അടിക്കുമ്പോഴും അതുപോലെ തന്നെ ലൈം ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്കിങ്ങനെ പഞ്ചസാര കലക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം ഞാനിതുപോലെ ഒരു സിറപ്പായിട്ട് ഇങ്ങനെ തയ്യാറാക്കി ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജ്യൂസ് അടിക്കുമ്പോഴും അതുപോലെ തന്നെ ലൈം ജ്യൂസൊക്കെ അടിക്കുന്ന സമയത്തൊക്കെ ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. പഞ്ചസാര ഇട്ടിട്ട് ഇങ്ങനെ കലക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ഏതായാലും കിച്ചണിലെ ജോലികളൊക്കെ ഒരു വിധം തീർന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വേഗം കുറച്ച് പഞ്ചസാര എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതൊന്ന് ലായനിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കിച്ചണിലെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം സമയം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ചെടികളൊക്കെ ഒന്ന് നനക്കണം അത് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ അങ്ങനെ അവിടെ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ കളിക്കുന്നുണ്ട്. അപ്പം അവരെ കൂടെ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നിട്ടോ. അപ്പോൾ ഇവരെ ഒപ്പം കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഇവരിങ്ങനെ കളിക്കണമൊക്കെ കാണാൻ. ഇതിപ്പം കാക്കൂൻ്റെ അനിയൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ അവന് വന്നിട്ട് നമ്മുടെ ഈ ഒരു റോഡ് കുറച്ചിങ്ങനെ കയറ്റി ഇറക്കാണ് കേട്ടോ. അപ്പം ഇവിടുന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് കൊണ്ടുപോകും. പിന്നെ ഈ ഒരു കാറ് അതുപോലെ തന്നെ എടുത്തിട്ട് മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ പറയുന്നു ഇവനെന്താ നാറാണത്ത് ഭ്രാന്തനാണോ, താഴെ കൊണ്ടുപോയിട്ട് പിന്നെ അത് അവിടുന്ന് ഉരുട്ടിയിട്ട് വരില്ല, കയ്യിലെടുത്തിട്ട് പൊക്കി പിടിച്ച് മുകൾ കയറ്റം കയറ്റി വരും കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് സമയം അവൻ്റെ കളിയും കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ ഇരുന്നിട്ടോ.
ജോലിയൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ സമയം പോയി കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. നമ്മൾ കിച്ചണിൽ ജോലി എടുക്കുന്ന സമയത്ത് സമയം പോകുന്നതേ അറിയില്ല കേട്ടോ. പക്ഷെ ജോലിയൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ സമയം പോവണ പോലെ നമുക്ക് തോന്നേയില്ല കേട്ടോ. അപ്പം അങ്ങനെ മക്കൾ ചോദിക്കുന്നുണ്ട് ടൈമായോ അങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നോട്. അപ്പം ഞാൻ ഇല്ല, കുറച്ച് സമയം കൂടി ഉണ്ട്. അപ്പം കുറച്ച് സമയം ഉണ്ടല്ലോ എന്തായാലും. അപ്പം പിന്നെ ഈ ചെടികളൊക്കെ ഒന്ന് നനച്ച് അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം നമ്മളെ ഫസ്റ്റ് നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നോമ്പ് തുറക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ നോമ്പിന് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് പ്ലീസ് ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ കമൻറ്റ് എഴുതാൻ മടിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു ഇമോജി ആയിട്ട് അയച്ചാലും മതി. നമുക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇതാ നോമ്പ് തുറക്കുന്ന സമയമായിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും ടേബിളിൽ വന്ന് ഇരുന്നിട്ടുണ്ട്, എല്ലാം സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമുക്ക് ആ നോമ്പ് തുറക്കുന്ന സമയം. അപ്പോൾ അൽഹംദുലില്ലാ നമ്മളെ നോമ്പും കാര്യങ്ങളൊക്കെ തുറന്ന് ഉഷാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോടൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ വീഡിയോ വൈകുന്നേരം 5:30 അല്ലേ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നത്. പക്ഷെ നോമ്പായതുകൊണ്ട് എല്ലാവർക്കും ആ സമയത്ത് തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നോമ്പ് കഴിയോളം രാവിലെ 10 മണിക്കാണ് കേട്ടോ ഇനി നമ്മളെ വീഡിയോ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.